ഹലോ, വെൽക്കം ടു ബി ഫോർ യു. ഇന്ന് നമ്മൾ നോക്കുന്നത് 2025 സെപ്റ്റംബർ മാസത്തിൽ ആദ്യ ലക്കത്തിൽ വന്നിട്ടുള്ള PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫേഴ്സാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. INS ഹിമഗിരി, INS ഉദയഗിരി എന്നീ സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. INS ഹിമഗിരി, INS ഉദയഗിരി എന്നീ സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായി അനീഷ് ദയാൽ സിംഗ് നിയമിതനായി. ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായി അനീഷ് ദയാൽ സിംഗ് നിയമിതനായി. ഇനി വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കാൻ തീരുമാനിച്ച് ഡെൻമാർക്ക്. വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കാൻ തീരുമാനിച്ച് ഡെൻമാർക്ക്. ഇനി കണ്ഡല തുറമുഖമാണ്, അതായത് ദീൻ ദയാൽ തുറമുഖം, ഇന്ത്യയിലെ ആദ്യ ആൻറ്റി ഡ്രോൺ തുറമുഖം. കണ്ഡല തുറമുഖമാണ് ദീൻ ദയാൽ തുറമുഖം, ഇന്ത്യയിലെ ആദ്യ ആൻറ്റി ഡ്രോൺ തുറമുഖം. ഇനി റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരമാണ് ഉത്തർപ്രദേശിലെ വാരണാസി. റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരമാണ് ഉത്തർപ്രദേശിലെ വാരണാസി. ഇനി വയോജന കമ്മീഷൻ അധ്യക്ഷനായി K. സോമപ്രസാദിനെ നിയമിച്ചു. വയോജന കമ്മീഷൻ അധ്യക്ഷനായി K. സോമപ്രസാദിനെ നിയമിച്ചു. ഇനി വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് സുരക്ഷാമിത്രം. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് സുരക്ഷാമിത്രം. ഇനി നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളം 19-ാം സ്ഥാനത്ത്, ഡൽഹിയാണ് ഒന്നാമത്. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളം 19-ാം സ്ഥാനത്ത്, ഡൽഹിയാണ് ഒന്നാമത്. ഇനി കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഘണ്ടുവാണ് സ്വം. എന്താണ് കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഘണ്ടുവാണ് സ്വം. ഇനി കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി പരിശോധിക്കാനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. കേരളത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി പരിശോധിക്കാനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. ഇനി കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെൻറ് പദ്ധതിയാണ് ശുചിത്വ സാഗരം. കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെൻറ് പദ്ധതിയാണ് ശുചിത്വ സാഗരം. ഇനി നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കി ഉത്തരാഖണ്ഡ്. നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കി ഉത്തരാഖണ്ഡ്. ഇനി സ്വാതന്ത്ര്യദിനത്തിൽ യുവാക്കൾക്കായിട്ട് 1,00,000 കോടി രൂപയുടെ പ്രധാനമന്ത്രി വികസിത് ഭാരത് തൊഴിൽ പദ്ധതി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കി ഉത്തരാഖണ്ഡ്. സ്വാതന്ത്ര്യ ദിനത്തിൽ യുവാക്കൾക്ക് 1,00,000 കോടി രൂപയുടെ പ്രധാനമന്ത്രി വികസിത് ഭാരത് തൊഴിൽ പദ്ധതി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇനി 2026 ചൊവ്വയിൽ മനുഷ്യനെ ഇറക്കാനായി സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്ത ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റിൻ്റെ പരീക്ഷണ വിക്ഷേപണം വിജയം. 2026 ചൊവ്വയിൽ മനുഷ്യനെ ഇറക്കാനായി സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്ത ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റിൻ്റെ പരീക്ഷണ വിക്ഷേപണം വിജയം. ഇനി ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിലെ മലയാളിയാണ് G. ഹരികൃഷ്ണൻ. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിലെ മലയാളിയാണ് G. ഹരികൃഷ്ണൻ. ഇനി മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത അങ്കണവാടി സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത അങ്കണവാടി സ്ഥിതി ചെയ്യുന്നത്. ഇനി
ഉക്രൈൻ യുദ്ധം പരിഹരിക്കുക ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനും യു.എസിലെ അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തി. ഉക്രൈൻ യുദ്ധം പരിഹരിക്കുക ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനും യു.എസിലെ അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തി. ഇനി സെർജിയോ ഗോർ ഇന്ത്യയിലെ അടുത്ത യു.എസ് സ്ഥാനപതിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. സെർജിയോ ഗോർ ഇന്ത്യയിലെ അടുത്ത യു.എസ് സ്ഥാനപതിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു.